നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. സൈലൻസ് സൈലൻസ്. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദേ ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറംകളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. ദേ സത്യം. ഹലോ ഹലോ, കലാമല്ലേ? അതെ. മിണ്ടരുത്. മുഹമ്മേലെന്ന് 2ാം കളി കളിച്ചത് ഫാദർ അറിഞ്ഞാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പെരുമ്പാവൂര് കളി കളിച്ചാലോ? കളിക്കാലോ, അതിനെന്താ? അച്ഛനറിയില്ലല്ലേ? എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിനെ ഇവിടെ കുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ നീ വിഴുങ്ങുമല്ലോ. തമാശക്കല്ലേ? ലോഹ ഇട്ടാ പന്നി വരുന്നുണ്ട്. നീ ഫോൺ വെക്കടാ.